ഹരിനാമകീർത്തനത്തിന് പറയുന്നുണ്ടല്ലോ, ഋതുവായ പെണ്ണിനും ഇരപ്പവനും ദാഹനും പതിരറ്റുമഗ്നീയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളുമർക്കുമുടൻ അരുതാത്തതല്ല. ഹരിനാരായണായ നമഃ. എത്ര ഇതായിട്ടാണ് ഭഗവാനെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇതൊക്കെ നമുക്ക് വേണ്ട ശുദ്ധി, ഒരു ശുദ്ധിയെ നമുക്ക് ഏറ്റവും വേണ്ടു, അത് അവനാന്റെ മനഃശുദ്ധി. ആ മനഃശുദ്ധി വരുത്താൻ നമ്മൾ ആഗ്രഹങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചാൽ ആഗ്രഹങ്ങളില്ല. ഞാൻ വേറെ കേൾക്കാൻ എഴുതിയിട്ടുണ്ട്, ആഗ്രഹങ്ങളൊന്നും മോഹങ്ങളൊന്നും ഇല്ലാതെയാക്കണം സത്യസ്വരൂപാദിനെ കൈതൊടുന്നു. വേറെ കേട്ടിട്ടുണ്ടായിട്ട് ഇതേമാതിരി പലരും നമുക്ക് ആവർത്തിച്ച് ഗുരുവായൂരപ്പനെ വിളിക്കാൻ നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടട്ടെ. അതിനായി അനുഗ്രഹം തരട്ടെ ഭഗവാൻ എന്നത് വിളിക്കുന്നു. അതേമാതിരി ഓരോ ശ്രുതികളിലും ഓരോ കീർത്തനങ്ങളിലും ഓരോ പുസ്തകങ്ങളിലും പലതും പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി ഭജഗോവിന്ദത്തില് ആദ്യത്തെ ശ്ലോകം തന്നെ എടുത്താൽ ഒരാള് ഭക്തനാവാൻ വേറൊന്നും വേണ്ട ആവശ്യമില്ല, തീരുമാനമാണ്. ഭഗവാനെ ഭജിക്കുക എന്ന് മാത്രമാണ് ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ആ അത്രയും വലിയ മഹാൻ ഇത് പറഞ്ഞാൽ അത് നമുക്ക് അനുസരിക്കാൻ നമുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരെയും മറ്റും ഒക്കെ ബഹുമാനിക്കുന്നുണ്ട് ഉള്ളതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതേമാതിരി ആ ശങ്കരാചാര്യ സ്വാമികളെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥനയായ ആദ്യം ആ 32 വയസ്സിനുള്ളിൽ കാലാകരണം ചെയ്യപ്പെട്ട ആ ദിവ്യതേജസ് നമ്മളെ ഉപദേശിച്ചത് എന്താണ്? നിങ്ങൾ ഭഗവാനെ ധരിക്കൂ, ഈ ഭജഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ് പറയുന്നത്. ഓരോ ശ്ലോകങ്ങളിലും അത് ആവർത്തിച്ചു വരുന്നുണ്ട് ഭഗവാനെ ധരിക്കുക. ഇല്ലോ നമ്മൾ ധരിച്ചു പോകരുത്. മറ്റുള്ളവരുടെ സൗന്ദര്യത്തിൽ ധരിച്ചിട്ട് നമ്മൾ അതേ ചെയ്ത് എന്റെ ഭഗവാൻ സൗന്ദര്യത്തെയാണ് നമുക്കുള്ളത്. നമ്മുടെ മനസ്സൗന്ദര്യം നമ്മൾ നേടണം. മനസ്സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭക്തി വളർത്തുക, ഗുരുവായൂരപ്പൻ വിശ്വാസം നിർവഹിക്കുക, ഗുരുവായൂരത്തിൽ എത്തിച്ചേരാനുള്ള അവസരത്തിലേക്ക് നമ്മൾ ആ വഴി തിരഞ്ഞെടുത്ത് അതിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശ്ലോകം ഞാൻ പെട്ടെന്ന്